അതെ, അതാണ് നാളെ തിരുവനന്തപുരം രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അത് ഭരണപക്ഷത്തിനാണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും. എന്നാലും നന്ദൻ നാളെയും നമ്മളോടൊപ്പം ചൂടുപിടിച്ച വാർത്തകളുമായി നമ്മളോടൊപ്പം ചേരും. നമുക്ക് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ തട്ടിയെടുത്തു എന്നുള്ള കേസിൽ ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടർമാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണ് വിജിലൻസ്. ചട്ടങ്ങൾ മറികടന്നാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് വിജിലൻസ് ഇതിനോടകം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ഏജന്റുമാരിൽ നിന്ന് സ്ഥിരമായി കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. വിജിലൻസിന്റെ അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നവരെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിൽ എത്തിക്കാൻ കണ്ണികൾ പ്രവർത്തിച്ചിരുന്നതായും ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചിരുന്നതായും വിജിലൻസ് അന്വേഷണ സംഘം സംശയിക്കുന്നു. കൊല്ലം പുനലൂരിൽ 1500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടറുടെയും ഒരേ ദിവസം 10 സർട്ടിഫിക്കറ്റിലധികം നൽകിയ ഡോക്ടർമാരുടെയും സർട്ടിഫിക്കറ്റുകൾ നൽകിയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. പ്രാഥമിക റിപ്പോർട്ട് എത്രയും വേഗം സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം കൈമാറും. അന്തിമ റിപ്പോർട്ടിൽ ഓരോ കേസിലെയും വീഴ്ച കൃത്യമായി പ്രതിപാദിക്കും. വിജിലൻസ് വകുപ്പിന് കൈമാറുന്ന റിപ്പോർട്ട് ആരോഗ്യ റവന്യൂ വകുപ്പുകൾക്ക് തുടർ നടപടികൾക്കായി കൈമാറും. മതിയായ ചികിത്സാരേഖയില്ലാതെയാണ് ചില ഡോക്ടർമാർ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. പല കേസിലും അപേക്ഷകർ നേരിട്ട് ഹാജരായിട്ടില്ല. പകരം ഏജന്റുമാരാണെത്തിയത്. വിദഗ്ധ ഡോക്ടർമാരല്ല പലർക്കും സർട്ടിഫിക്കറ്റ് നൽകിയത്. ഹൃദ്രോഗമുണ്ടെന്നും കിഡ്നി തകരാറിലായെന്നും സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വിഷയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരാണ്. ഏജന്റുമാർ കൊണ്ടുവരുന്ന അപേക്ഷകൾക്ക് കൂട്ടത്തോടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും കണ്ടെത്തി. സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാർ അക്കാര്യം അറിയിച്ച് ക്യാൻവാസിംഗും നടത്തി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില ജില്ലകളിൽ അപേക്ഷകരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഗുഡ് മോർണിംഗ്. അർത്തുങ്കലിൽ നിന്ന് വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വി വിനോദ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ കരുനാഗപ്പള്ളിയിലൊക്കെ ഒരു കുടുംബത്തിൽ 6 പേർക്കൊക്കെയാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ളതെന്നാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഗുഡ് മോർണിംഗ് ശരണ്യ. അർത്തുങ്കൽ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുള്ള നമ്മുടെ രാവിലത്തെ ലൈവ് അങ്ങനെ പ്രേക്ഷകർക്ക് വലിയൊരു കാഴ്ച കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഏതായിരുന്നാലും അതിലെ സന്തോഷം ആദ്യമേ പറയുന്നു. നമുക്ക് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ റാക്കറ്റാണ് പ്രവർത്തിച്ചതെന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുമതി കൂടി വേണ്ടിവരും. ഏതായിരുന്നാലും ഇതുവരെയുള്ള തട്ടിപ്പ് അതിന്റെ ഒരു ആഴവും വ്യാപ്തിയും ചെറുതല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. കൊല്ലം ജില്ലയിലാണ് കൂടുതൽ തട്ടിപ്പുകൾ എന്നതായിരുന്നു വിജിലൻസിന്റെ വിലയിരുത്തൽ. അങ്ങനെ തുടങ്ങിയ അന്വേഷണത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുമ്പോൾ വലിയ തട്ടിപ്പുകൾ നടന്നു എന്നാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പിന്നീട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസങ്ങളിലും വ്യാപക പരിശോധനകളിലേക്ക് പോവുകയായിരുന്നു. ഒരു കുടുംബത്തിൽ തന്നെ ശരണി സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിയിലൊക്കെയും ഒരു കുടുംബത്തിലെ 6 പേർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സാഹചര്യം. കേടില്ലാത്ത വീടിന് പോലും 4 ലക്ഷം രൂപ വരെ പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ സഹായം നൽകുന്ന സാഹചര്യം, പ്രവാസികൾക്ക് സഹായം നൽകുന്ന സാഹചര്യം, അപേക്ഷകൾ നൽകാത്തവർക്ക് ഇങ്ങനെ സഹായം നൽകുന്ന സാഹചര്യം. മറ്റൊന്ന് എഡിറ്റർ ഇപ്പോൾ സൂചിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പ്, അതൊരു വലിയ റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കാണ് ഇത്തരമുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. അവിടെ അവരെ ക്യാൻവാസ് ചെയ്യാൻ ഏജന്റുമാരുണ്ടാകും. തുടർന്ന് ഈ അപേക്ഷകൾ തയ്യാറാക്കുന്നത് മുതൽ അതിൽ വെക്കുന്ന ഫോൺ നമ്പർ വരെ ഏജന്റിന്റേതാവും. പിന്നീട് ഈ ഫയൽ നീക്കം മുഴുവൻ ഏജന്റിന് അറിയാൻ കഴിയും. കാരണം ഈ ഫോൺ നമ്പറിലേക്കാണ് ഇതിന്റെ വിവരങ്ങൾ മുഴുവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുക അനുവദിച്ച് കിട്ടുമ്പോൾ ഇതിന്റെ പകുതി പണം ഏജന്റുമാർ തട്ടിയെടുക്കുന്നതായിരുന്നു രീതി. മാത്രവുമല്ല, ഡോക്ടർമാർക്കെതിരെയുള്ള അന്വേഷണത്തിനുള്ള പട്ടിക വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ തുകകളാണെങ്കിൽ പോലും ഒരുപക്ഷെ 10,000-വും 25,000-വും ഒക്കെ കിട്ടുമ്പോൾ ഏജന്റിനും വീട്ടുകാർക്കും കൊടുത്ത ശേഷം ഡോക്ടർമാർക്ക് ഉൾപ്പെടെ പണങ്ങൾ നൽകിയിരുന്നു. പക്ഷെ തുടർച്ചയായി ഇങ്ങനെ പുനലൂർ താലൂക്കിൽ മാത്രം ഒരു ഡോക്ടർ ചെറിയ കാലയളവിൽ 1,500 പേർക്കാണ്
മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗൂഗിൾ പേ, മറ്റ് വാലറ്റുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് ഇതെല്ലാം ഈ ഡിജിറ്റൽ ഇടപാടുകളായാണ് നടന്നിരുന്നതെന്നാണ് വിജിലൻസ് കരുതുന്നത്. ഓൺലൈൻ ഇടപാടുകളായി നടന്നിരുന്നുവെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള അന്വേഷണത്തിനാണ് വിജിലൻസ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. തുടർച്ചയായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ ഈ പീരീഡിൽ തുക വന്നു എന്ന സൂചനയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് വിജിലൻസ് മുന്നോട്ട് വെക്കുന്നത്. 2 മാർഗനിർദ്ദേശങ്ങൾ കൂടി, അതായത് പ്രധാനമായും 6 മാസത്തിലൊരിക്കൽ ഇതിന്റെ ഒരു ഓഡിറ്റ്, ഇത് ആർക്കൊക്കെയാണ് പണം ലഭിക്കുന്നത് എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സെല്ലും അതിന്റെ ഓഡിറ്റും വേണമെന്ന ഒരു ആവശ്യമാണ് വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അതിനുള്ള അനുമതി, ഇത്തരം കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി, കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിന്റെ ഭാഗമായി വിജിലൻസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണ്. റവന്യൂ, ആരോഗ്യം, വിജിലൻസ് ഈ വകുപ്പുകൾ സംയുക്തമായി ഇക്കാര്യത്തിലുള്ള ഒരു പരിശോധനയും വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രദീപ്, ശരണ്യ.